സർക്കാരിനെതിരെ ആഞ്ഞടിച്ച ഹൈക്കോടതി. ഇടത് സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന സർക്കാരായി മാറി. ഇടത് സർക്കാരുകൾ വരുമ്പോൾ അഴിമതിക്കാർ സംരക്ഷിക്കപ്പെടില്ല എന്നതായിരുന്നു പൊതുധാരണയെന്നും ഹൈക്കോടതി. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിലാണ് ഈ രൂക്ഷ വിമർശനം. ബിനിലുണ്ട് വിവരങ്ങളുമായി. ബിനിൽ, കടുത്ത ഭാഷയിലാണല്ലോ കോടതി പറയുന്നത്. തീർച്ചയായും ആര്യ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സംസ്ഥാന സർക്കാരിന് മേൽ കനത്ത ഒരു ആഘാതമാണ് ഹൈക്കോടതിയുടെ ഈ പരാമർശങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം അഴിമതിക്കെതിരെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്ന ഇടത് സർക്കാരിനെ ഹൈക്കോടതി ചോദ്യമുനയിൽ നിർത്തുക തന്നെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. സാധാരണ നിലയിൽ ഇടത് സർക്കാരുകൾ വരുമ്പോൾ അവർ അഴിമതിക്കാരെ സംരക്ഷിക്കില്ല എന്നതാണ് ഒരു പൊതുധാരണ എന്നാണ് കോടതി വ്യക്തമാക്കിയത്. പക്ഷേ ഇപ്പോൾ ആ ധാരണയ്ക്ക് കോടതിക്ക് വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇടത് സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന സർക്കാരായി മാറി എന്ന രീതിയിൽ കടുത്ത വിമർശനമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിലാണ് ഈ വളരെ ഗുരുതരമായ പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് രാഷ്ട്രീയമായി ഇടതുപക്ഷത്തെ ഒരു തരത്തിലും ബാധിക്കാത്ത രണ്ടുപേരാണ് ഈ കേസിലെ പ്രതികളെന്നത് എല്ലാവരും ഓർക്കണം. INTUC നേതാവ്, INTUCയുടെ സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരനും കശുവണ്ടി വികസന കോർപ്പറേഷന്റെ മുൻ MD KA രതീഷുമാണ് പ്രതികൾ. ഇവർക്കെതിരെ CBI നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നെങ്കിലും അവർക്കെതിരെ അഴിമതി നിരോധന നിയമം ചുമത്തണമെങ്കിൽ സർക്കാരിന്റെ പ്രോസിക്യൂഷൻ അനുമതി ആവശ്യമാണ്. പക്ഷേ സർക്കാർ ആ പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നില്ല. നേരത്തെ അനുമതി നിഷേധിച്ചിരുന്നു. അതിനെതിരെ ഈ കേസിലെ പരാതിക്കാരനായ കടകംപള്ളി മനോജ് ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതി ഇത് പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ പുനഃപരിശോധനയിലേക്ക് പോയി. പിന്നീട് സർക്കാർ ഇതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ നിന്ന് സർക്കാരിന് തിരിച്ചടി കിട്ടി. വീണ്ടും അത് ഹൈക്കോടതിയിൽ വന്നു. ഹൈക്കോടതിയിൽ വന്നപ്പോഴും സംസ്ഥാന സർക്കാർ കോടതിയിൽ ഉറപ്പ് നൽകിയത് അത് പുനഃപരിശോധിക്കാമെന്ന് ഉറപ്പ് നൽകി. അതിനുശേഷം സർക്കാർ ചെയ്തത് കോടതിയുടെ നിർദ്ദേശപ്രകാരം വീണ്ടും ഒരു ഉത്തരവിറക്കി. ആ ഉത്തരവിലും ഈ പ്രോസിക്യൂഷൻ അനുമതി നൽകാൻ കഴിയില്ല എന്ന നിലപാടെടുത്തു. അതായത് ഇതിലിപ്പോൾ ഹർജിക്കാരനായ കടകംപള്ളി മനോജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. കടകംപള്ളി മനോജ്, ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് CBI ഈ കേസ് അന്വേഷിച്ചത്. നടപടിക്രമങ്ങളിലെ പാളിച്ച അതെല്ലാം CBI അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാ രേഖകളും പരിശോധിച്ചതിന് ശേഷം അവിടെയാണ് പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി CBI ആവശ്യപ്പെടുന്നതും. അതാണിപ്പോൾ സർക്കാർ പല കാര്യങ്ങൾ പല ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് തടയുന്നത്. അത് കേരളത്തിലുള്ള എല്ലാ ഏജൻസികളും അന്വേഷണം നടത്തി അഴിമതി കണ്ടെത്തിയ ഒരു കേസാണ് കശുവണ്ടി അഴിമതി. അതുകൂടാതെ ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് CBI അന്വേഷണം നടത്തി 5 വർഷം അന്വേഷണം നടത്തിയാണ് കുറ്റപത്രം കൊടുത്തത്. കുറ്റപത്രം കൊടുത്ത് ആദ്യം പ്രോസിക്യൂഷൻ അനുമതി യഥാർത്ഥത്തിൽ അതിന് വകുപ്പ് സെക്രട്ടറിയും മന്ത്രിയും കൊടുത്തതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ആ വകുപ്പ് സെക്രട്ടറിയെ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ഈ അനുമതി നിഷേധിക്കുന്നത്. അതിനെതിരെ ഇപ്പൊ 3ാമത്തെ തവണയാണ് കോടതി വിമർശനം ഗവൺമെന്റിനെതിരെ നടത്തുന്നത്. ഇന്ന് അതിരൂക്ഷമായ വിമർശനമാണ് നടത്തിയത്. കേരളത്തിൽ ഒരു പതറ്റിക് സിറ്റുവേഷൻ എന്നാണ് കോടതി പറഞ്ഞത്. അഴിമതിക്കാരെ സംരക്ഷിക്കുന്നു ഗവൺമെന്റ് എന്നാണ് കോടതി പറഞ്ഞത്. രാജ്യത്തെ CJM കോടതി മുതൽ സുപ്രീം കോടതി വരെ ഈ അഴിമതി കേസിൽ കശുവണ്ടി അഴിമതിയിൽ അഴിമതി നടന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നിട്ടും പിണറായി സർക്കാരിന് അത് ബോധ്യപ്പെടുന്നില്ല. അത് ബോധ്യപ്പെടാത്തതിന് വേറെ ചില നീക്കുപോക്കുകളാണ് കാരണമെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത്. ഇനിയിപ്പം കോടതി തന്നെ ഇങ്ങനെ അഴിമതിക്കാരെ സംരക്ഷിക്കാൻ സർക്കാർ കൂട്ടുനിൽക്കുകയാണെന്ന് പറഞ്ഞു കഴിയും. ഇതിൽ കൂടുതൽ കോടതിക്ക് പറയാൻ കഴിയില്ല. ഇപ്പോഴും ആദ്യം കൊടുത്ത റിപ്പോർട്ടിൽ അല്ലെങ്കിൽ പുതിയ റിപ്പോർട്ടിൽ ആദ്യത്തെ റിപ്പോർട്ടിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നുമില്ല എന്നുള്ളൊരു നിലപാടിലാണ് ഈ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി നിഷേധിക്കുന്നത് സർക്കാർ. ഏറ്റവും ഇതിനകത്ത് വിചിത്രമെന്ന് പറയാൻ ഒരു കാരണമുണ്ട്. ഈ 2014 ആണ് ഞാൻ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ പോകുന്നത്. അന്ന് എതിർകക്ഷികളായ പ്രതികള് ചന്ദ്രശേഖരനും അദ്ദേഹത്തിന്റെ അളിയൻ MDയുമായ രതീഷ് കോടതിയിൽ പറഞ്ഞ ഈ എന്റെ ഹർജിയെ എതിർത്ത ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അന്ന് കോടതി തള്ളിക്കളഞ്ഞു. CJM കോടതി മുതൽ സുപ്രീം കോടതി വരെ ആ കാരണങ്ങൾ തള്ളിക്കളഞ്ഞു. പക്ഷെ അതേ കാരണമാണ് കഴിഞ്ഞ 3 പ്രാവശ്യവും പ്രോസിക്യൂഷൻ അനുമതി നിഷേധിക്കാൻ സംസ്ഥാന സർക്കാർ പറയുന്നത്. പ്രതികളുടെ വാദമാണ് ഒരു ഗവൺമെന്റ് ഏറ്റുപിടിക്കുന്നത് എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും വിചിത്രമായ കാര്യം. എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു എന്നപ്പോൾ കോടതിക്ക് വരെ ചോദിക്കേണ്ടി വരികയാണ്. അപ്പം നേരത്തെ ഞങ്ങളുടെ റിപ്പോർട്ടർ അതാണ് പറഞ്ഞത്. ഒരു രാഷ്ട്രീയ ഇപ്പം ശരിയാണ്, INTUCയുടെ നേതാവാണ്. ഒരു തരത്തിലും സംരക്ഷിക്കേണ്ട ഒരു ആവശ്യമില്ലാത്ത 2 വ്യക്തികളാണ്. എന്നിട്ട് പോലും 1ഓ 2ഓ അല്ല, അത് കഴിഞ്ഞപ്പോൾ 3ാമത്തെ തവണയാണ് സംരക്ഷണം നൽകുന്നത്. അതും കോടതി ഇത്രയും രൂക്ഷമായി പറഞ്ഞിട്ട് പോലും.
അതിനകത്തൊരു കാര്യം, കശുവണ്ടി അഴിമതി എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു അഴിമതിയല്ല നടന്നത്. ഏകദേശം 1000 കോടിയോളം രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് 10 വർഷമായിട്ട്. ഈ പണം അതിനകത്ത് പ്രധാനമായി ഇവർക്ക് അനുമതി നിഷേധിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിനകത്തുള്ള പ്രതിയായ ചന്ദ്രശേഖരന് KPCC ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് ഒരു നോട്ടീസ് കൊടുത്തിരുന്നു, ഒരു ഷോക്കോസ് നോട്ടീസ് കൊടുത്തിരുന്നു. അത് CPM ബാന്ധവം ആരോപിച്ചുകൊണ്ടാണ് KPCC നോട്ടീസ് കൊടുത്തത്. അദ്ദേഹത്തിന് CPM-ലെ പിണറായി പക്ഷവുമായിട്ട് നല്ല ബന്ധമുണ്ട്. INTUC എന്നൊരു സംഘടന നിർജീവമായി ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ കേസും പിണറായി വിജയനുമായിട്ടുള്ള ബന്ധം കൊണ്ട് മാത്രമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ INTUC ഒരു സമരവും നടത്തുന്നില്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ദിവസേന ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെടുകയും സെക്രട്ടേറിയറ്റ് നടയിൽ നിരാഹാര സമരം വരെ നടത്തിയാണ് ചന്ദ്രശേഖരൻ. പക്ഷേ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ തൊഴിലാളി വിരുദ്ധ സർക്കാരിനെതിരെ ഒരു സമരം പോലും നടത്തുവാൻ ചന്ദ്രശേഖരൻ തയ്യാറാകാത്തത് ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ശരി, വളരെയധികം നന്ദി ശ്രീ കടകംപള്ളി മനോജ്. ബിനിൽ, ഇതിപ്പം 2 തവണ അനുമതി നിഷേധിച്ചത് ഹൈക്കോടതി റദ്ദാക്കിയതാണ്. ഇനി മുന്നോട്ടുള്ള കാര്യം എങ്ങനെയായിരിക്കും? ആര്യ, ഇതിൽ സർക്കാരിന്റെ പ്രോസിക്യൂഷൻ അനുമതി ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം സർക്കാരിന്റെ ഭാഗമായിരുന്നു, സർക്കാർ ഏജൻസിയുടെ ഭാഗമായിരുന്നു കൊണ്ട് നടത്തിയ അഴിമതി എന്നതാണ് കേസ്. അതുകൊണ്ട് തന്നെ അവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ CBIക്ക് ഈ സംസ്ഥാന സർക്കാരിന്റെ അനുമതി ആവശ്യമാണ്. ഇന്ന് ഈ കേസ് പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി ചോദിച്ചത് ഈ 2 വ്യക്തികളെ ആരാണ് സംരക്ഷിക്കുന്നതെന്ന ചോദ്യമാണ് ഉയർത്തിയത്. അതായത് ചന്ദ്രശേഖരനെയും KA രതീഷിനെയും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ആര് എന്ന ചോദ്യം ഹൈക്കോടതിക്ക് ഉന്നയിക്കേണ്ടി വന്നിരിക്കുന്നു എന്നതാണ് സർക്കാരിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടി. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എവിടെയാണ്, ആരാണ്, എങ്ങനെയാണ് അതിന്റെ സംരക്ഷണം എന്നത് പൊതുസമൂഹത്തിന് വ്യക്തമാണ്. പക്ഷെ ഹൈക്കോടതി ആവർത്തിച്ച് ചോദിച്ചു ഇന്ന് ആരാണ് ഈ 2 വ്യക്തികളെ സംരക്ഷിക്കുന്നത് എന്ന്. അതായത് INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരനെയും KA രതീഷിനെയും ഈ കേസിൽ സംരക്ഷിച്ചു നിർത്തുന്നത് ആര് എന്ന ചോദ്യം സർക്കാരിനോട് ചോദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സർക്കാർ ചെയ്തിരിക്കുന്നത് ഈ കോടതി അലക്ഷ്യ ഹർജിയിൽ മറുപടി നൽകാൻ ഒരാഴ്ചത്തെ സമയമാണ് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും കോടതി ആ സമയം അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിന് ഏൽക്കേണ്ടി വന്നത്. പ്രത്യേകിച്ച് അഴിമതിക്കെതിരെ ഞങ്ങൾ വലിയ പോരാട്ടം നടത്തുന്നുവെന്ന് പ്രഖ്യാപിക്കുന്ന സർക്കാരിനെയാണ് ഹൈക്കോടതി ഈ കേസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദ്യമുനയിൽ നിർത്തിയിരിക്കുന്നത്. സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുകയും പ്രതിക്കൂട്ടിലാക്കുകയുമാണ് ഈ ഹൈക്കോടതി ഇന്നത്തെ നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ എത്തിക്കുന്നത്. കാരണം എതിർ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട അവരുടെ ഒരു പ്രധാനപ്പെട്ട തൊഴിലാളി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ CBI കണ്ടെത്തിയിരിക്കുന്ന അഴിമതിക്കുറ്റം, ആ അഴിമതിക്കുറ്റത്തിൽ നിലപാട് ഈ കേരള സംസ്ഥാനത്തെ ഇടത് സർക്കാർ എടുക്കുന്നതിനെയാണ് ഹൈക്കോടതി ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത്. ബിനിൽ, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 3-ാം തവണ മനോജ് കടകംപള്ളി പോയത് ഇതൊരു കോടതി ലക്ഷ്യമാണ്. അതായത് ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും അനുമതി നൽകിയില്ല സർക്കാർ. അപ്പോൾ അത് കോടതി ലക്ഷ്യമാണെന്നുള്ളൊരു വാദം കൂടി കടകംപള്ളി മനോജ് ഉന്നയിച്ചിരുന്നു. ഒരു അവസരം കൂടി നൽകാമെന്നാണ് അന്ന് കോടതി പറഞ്ഞത്. പക്ഷേ ഇനി എന്ത് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഇതിപ്പോൾ കുറ്റക്കാരാണെന്ന് 5 വർഷം നീണ്ട പരിശോധനയ്ക്കും അന്വേഷണത്തിനു ശേഷമാണ് ക്രമക്കേട് നടന്നിട്ടുണ്ട്, നടപടിക്രമങ്ങളിൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലൊക്കെ ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് CBI കണ്ടെത്തിയത്. അപ്പോൾ അവിടെ ഈ 2 പേരെ, ഒരാൾ കൂടി ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം അന്തരിച്ചു. 2 പേരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിൽ സർക്കാരിന് എന്താണ് തടസ്സം? ആര്യ, അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഇപ്പോൾ ഈ 2 വ്യക്തികൾക്ക് പ്രോസിക്യൂഷൻ അനുമതി നൽകിയെന്ന് പറഞ്ഞാൽ ഇവരെ നാളെ പിടിച്ച് ജയിലിലിടുകയൊന്നും ചെയ്യില്ല. അവർ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നത് കോടതി മുമ്പാകെ വിചാരണ നടത്തി തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പ്രഥമദൃഷ്ട്യാ ഈ 2 വ്യക്തികൾക്കെതിരെയും INTUC നേതാവ് ചന്ദ്രശേഖരനെതിരെയും KA രതീഷിനെതിരെയും അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റം നിലനിൽക്കുമെന്ന് കണ്ടെത്തി CBI ഒരു കുറ്റപത്രവുമായിട്ടാണ് കോടതിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ വിചാരണ നടത്തുക, വിചാരണയിലാണ് ഇവർ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നത് തെളിയേണ്ടത്. അതിനുള്ള അവസരം പോലും ഒരുക്കില്ല എന്ന് സർക്കാർ പിടിവാശി പിടിക്കുന്നിടത്താണ് ഇവിടെ സംശയങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കോടതി ഇന്ന് ചോദിച്ചിരിക്കുന്നത് രതീഷിനും ചന്ദ്രശേഖരനും സംരക്ഷണം ഒരുക്കുന്നത് ആരാണ് ഇവർക്ക് പിന്നിലുള്ളത്?
ഇടത് സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന സർക്കാരായി മാറിയിരിക്കുന്നു. സാധാരണ ഇടത് സർക്കാരുകൾ വരുമ്പോൾ അവിടെ അഴിമതിക്കാർക്ക് ഒരു തരത്തിലുള്ള സംരക്ഷണവും ഉണ്ടാവില്ല എന്നതൊരു പൊതുധാരണയാണ് എന്നുകൂടി കോടതിക്ക് ഓർമ്മപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നത്. എന്തായാലും കോടതി അലക്ഷ്യ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. സർക്കാരിന്റെ മറുപടി അടുത്ത ആഴ്ചയോടുകൂടി വരും. അതിനുശേഷമായിരിക്കും കോടതി തുടർ നടപടികളിലേക്ക് പോകുക. പക്ഷേ ഇവിടെ കോടതി ശക്തമായ ചില നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നു. ഇതിൽ വ്യവസായ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ APM മുഹമ്മദ് ഹനീഷാണ് 2 തവണയും ഈ അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് അത് വലിയ ആഘാതം ഉണ്ടാക്കുന്ന ഒരു വിമർശനമാണ്, ഭാഷയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഇടത് സർക്കാർ പ്രതികളെ, അഴിമതിക്കാരെ സംരക്ഷിക്കാൻ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ഹൈക്കോടതി പറയുന്ന കാര്യം. എന്തായാലും ഇനി എന്ത് ഈ വിഷയത്തിൽ കശുവണ്ടി അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇനി എന്തായിരിക്കും നടക്കുക? ഈ 2 പേരെയും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി എന്തുകൊണ്ടാണ് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഹൈക്കോടതി പറഞ്ഞിട്ടും സർക്കാർ, പ്രത്യേകിച്ച് വ്യവസായ വകുപ്പ് നൽകാത്തതെന്നാണ് അറിയേണ്ടത്.